വിശ്വാസികളെ, എനിക്കിവിടെ വിശദീകരിക്കാനുള്ളത്, സുഹൃത്തുക്കളെ, ഈ പ്രോഗ്രാമിന്റെ ഹെഡിങ് തന്നെ പ്രാർത്ഥന അള്ളാഹുവോട് മാത്രം എന്നാണ്. നാം മനസ്സിലാക്കുക, ലോകത്തുള്ള സർവ്വ പ്രവാചകന്മാരും പഠിപ്പിച്ച അവരുടെ പിന്തുടർച്ച പ്രകാരം ലോകത്തെ സർവ്വ മുസ്ലിങ്ങളും നിർവഹിക്കേണ്ട ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ജീവവായുവായ ആ ലാ ഇലാഹ ഇല്ലല്ലാഹ്, പ്രാർത്ഥന അള്ളാഹുവോട് മാത്രം എന്ന കലിമത്ത് തൗഹീദിന്റെ പ്രചരണാർത്ഥമാണ് ഈ പരിപാടി ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എന്റെ പരിസരത്തുള്ള സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, സ്നേഹബുദ്ധിയ ഈ പ്രോഗ്രാമിലേക്ക് ഞാൻ ക്ഷണിക്കുകയാണ്. ആരോടെങ്കിലുമുള്ള വിമർശനം കൊണ്ടല്ല ഈ പ്രോഗ്രാം ഇവിടെ സംഘടിപ്പിക്കപ്പെട്ടത്, മറിച്ച് എല്ലാവരോടും ഈ പ്രോഗ്രാമിലേക്ക് ക്ഷണിക്കുമ്പോൾ അള്ളാഹുവിനെ കുറിച്ച് മനസ്സിലാക്കാൻ, ഇസ്ലാമിനെ കുറിച്ച് മനസ്സിലാക്കാൻ, അള്ളാഹുവിന്റെ മഹത്വത്തെ കുറിച്ചും ഏകദൈവ വിശ്വാസത്തെ കുറിച്ചും മനസ്സിലാക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുകയാണ്. ഒരല്പനേരം അള്ളാഹു ആരാണ്, അവൻ ഏകനാണ് എന്ന സത്യം തിരിച്ചറിഞ്ഞ് അള്ളാഹുവിനോട് മാത്രം പ്രാർത്ഥിക്കുന്ന മമ്പലത്തോ അതല്ലെങ്കിൽ കൊണ്ടൂരിലോ പോയി അള്ളാഹു അല്ലാത്തവരോട് തബറുഖ് നടത്തുന്ന, അതല്ലെങ്കിൽ ഇസ്തിഗാസ നടത്തുന്ന എന്റെ സഹോദരന്മാരോട്, എന്റെ ബന്ധുക്കളോട്, അതിലുപരി എന്റെ സ്നേഹനിധികളായ നാട്ടുകാരോട് എനിക്ക് ആവശ്യപ്പെടാനുള്ളത്, നമ്മെ സൃഷ്ടിച്ച, നമ്മെ പരിപാലിക്കുന്ന, നമുക്ക് അന്നം നൽകുന്ന, നമുക്ക് ഉപജീവനം നൽകുന്ന ഏകനായ അള്ളാഹു ഉണ്ടാകുമ്പോൾ വിശുദ്ധ ഖുർആനിന്റെ ചോദ്യം അതാണ് സുഹൃത്തുക്കളെ. വിശുദ്ധ ഖുർആൻ നമ്മോട് ചോദിക്കുന്നത്, അലൈസല്ലാഹു ബികാഫിൻ അബ്ദ, അള്ളാഹുവിന്റെ അടിമക്ക് അള്ളാഹു പോരെ എന്ന് വിശുദ്ധ ഖുർആൻ നമ്മോട് ചോദിക്കുന്നു. ആ ചോദ്യം വിശുദ്ധ ഖുർആനിന്റെ പ്രഖ്യാപനം സ്വീകരിച്ചുകൊണ്ട് മുസ്ലിമായ നാം ഓരോരുത്തരും, എല്ലാ അടിമകളും അള്ളാഹുവിനെ സ്വീകരിക്കാൻ, അള്ളാഹുവിന് മാത്രം അർത്ഥനകൾ സമർപ്പിക്കാൻ നമുക്ക് സാധിക്കണം. ഞാൻ ഒരിക്കൽ കൂടി നമ്മുടെ ഈ സദസ്സിൽ എത്തിച്ചേർന്ന, അതുപോലെ ഇതിന്റെ പരിസരത്തുള്ള നാട്ടുകാരെയും സുഹൃത്തുക്കളെയും ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ തന്നെ ഇവിടെ അധ്യക്ഷത വഹിക്കുന്ന ബഹുമാനനായ KNM മലപ്പുറം വെസ്റ്റ് ജില്ലാ അസിസ്റ്റന്റ് സെക്രട്ടറി M മുഹമ്മദ് കുട്ടി മുൻഷിയെയും ഈ പ്രോഗ്രാമിലേക്ക് ആദരപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. ഈ പ്രോഗ്രാമിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നത് ബഹുമാന്യനായ മലപ്പുറം വെസ്റ്റ് ജില്ലാ KNM പ്രസിഡന്റ് KC മുഹമ്മദ് മൗലവി അവറുകളാണ്. അദ്ദേഹത്തെയും ഈ പ്രോഗ്രാമിലേക്ക് ആദരപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. ഏറെ ദൂരം സഞ്ചരിച്ച് പ്രയാസപ്പെട്ട് അദ്ദേഹം ഇവിടെ എത്തിച്ചേർന്നതിൽ നമുക്കുള്ള സന്തോഷം അതിലേറെയാണ്. അദ്ദേഹത്തെ അത് അറിയിക്കുന്നു. മാത്രമല്ല, അതുപോലെ തന്നെ എൻ കുഞ്ഞിപ്പ മാസ്റ്റർ, അദ്ദേഹവും ഏറെ സമയമെടുത്ത് ഇങ്ങോട്ട് വരേണ്ട വഴി മനസ്സിലാകാതെ ഏറെ പ്രയാസപ്പെട്ടിട്ടുണ്ട്. അദ്ദേഹത്തോടുള്ള സന്തോഷവും അദ്ദേഹം എത്തിച്ചേർന്നതിലുള്ള സന്തോഷം അദ്ദേഹത്തെ അറിയിക്കുന്നതോടൊപ്പം അദ്ദേഹത്തെ ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ തന്നെ ബഹുമാന്യനായ ഗുരുനാഥൻ TP അബ്ദുൾ റസാഖ് വാക്കവി, ജാമിയ സലഫിയ സ്ഥാപനത്തിന്റെ പ്രിൻസിപ്പളാണ് അദ്ദേഹവും ഇന്ന് ഏറെ ദൂരം സഞ്ചരിക്കാനുള്ള മനുഷ്യനാണ്. പക്ഷേ നമ്മുടെ വിളിക്കുത്തരം നൽകി വളരെ നേരത്തെ തന്നെ ഇവിടെ എത്തിച്ചേർന്നിരിക്കുകയാണ്. അദ്ദേഹത്തെയും ഈ പ്രോഗ്രാമിലേക്ക് സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ തന്നെ പ്രസീഡിയം അലങ്കരിക്കുന്ന തിരൂരങ്ങാടി മണ്ഡലം KNM പ്രസിഡന്റ് K മാനു ഹാജി അവറുകളെയും, അതുപോലെ തന്നെ പത്തൂർ ബാപ്പുട്ടി ഹാജി, പച്ചാഹി അഹമ്മദ് ഹാജി എന്നിവരെയും ഈ പ്രോഗ്രാമിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. എല്ലാ സുഹൃത്തുക്കളെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്തുകൊണ്ട് ഈ പ്രോഗ്രാം എല്ലാവരും കേൾക്കണമെന്ന് സ്നേഹബുദ്ധി അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ചുരുക്കുന്നു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അസ്സലാമു അലൈക്കും. ബഹുമാനിയുടെ അധ്യക്ഷൻ എന്നുള്ള നിലയ്ക്ക് രണ്ടവസരമാണ്. ഉപക്രമമുണ്ട്, ഉപസംഹാരമുണ്ട്. നമ്മുടെ പണ്ഡിതന്മാരും നേതാക്കന്മാരും ഒക്കെ ഒരുപാട് നമ്മുടെ വേദിയിലുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ അധ്യക്ഷ പ്രസംഗം മറ്റൊരവസരത്തിലേക്ക് മാറ്റിവെക്കും. ഈ പരിപാടിയുടെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നതിന് വേണ്ടി ബഹുമാന്യനായ KC മുഹമ്മദ് മരി അവരുകളെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. السلام عليكم ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه
ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها فإن كل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم فبشر عبادي الذين يستمعون القول فيتبعون أحسنه أولئك الذين هداهم الله وأولئك هم أولو الألباب. സ്റ്റേജിൽ സന്നിഹിതരായിട്ടുള്ള പ്രശസ്ത വ്യക്തിത്വങ്ങളെ, KNM-ന്റെ നേതാക്കളെ, സ്നേഹമുള്ള സഹപ്രവർത്തകരെ, ഈ ചെറുമുക്ക് പ്രദേശത്ത് ഇങ്ങനെ ഒരു സമ്മേളനത്തിൽ ആദ്യമായി തന്നെ സംബന്ധിക്കാൻ അവസരം ലഭിച്ചതിൽ എനിക്കതിയായ സന്തോഷമുണ്ട്. ഇതിന് തൗഫീഖ് നൽകിയ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ഞാൻ ആദ്യമായി സ്തുതിക്കുകയാണ്. അതോടൊപ്പം ഇതിന് അവസരം നൽകിയ ഇതിൻ്റെ ഭാരവാഹികളോടുള്ള അതിയായ കൃതജ്ഞത ഇവിടെ രേഖപ്പെടുത്തുകയും ചെയ്തുകൊള്ളട്ടെ. KNM എല്ലാവർക്കും സുപരിചിതമായ ഒരു പ്രസ്ഥാനമാണ്. ഒരു നൂറ്റാണ്ട് കാലമായി കേരളക്കരയിൽ അത് പ്രവർത്തിക്കാൻ തുടങ്ങിയിട്ട് എന്ന കാര്യം എല്ലാവർക്കും അറിയാവുന്ന സംഗതിയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വചനങ്ങളുടെ സമാഹാരമായ വിശുദ്ധ ഖുർആനും അതിൻ്റെ വ്യാഖ്യാന വിശദീകരണങ്ങൾ ഉൾക്കൊള്ളുന്ന പ്രവാചകചര്യയും അടിസ്ഥാനമാക്കി ദഅവത്ത് അഥവാ പ്രബോധനം നടത്തിക്കൊണ്ടിരിക്കുക എന്ന മഹത്തായ ലക്ഷ്യത്തോടുകൂടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സംഘടനയാണ് കേരള നദ്വത്തുൽ മുജാഹിദീനും അതിൻ്റെ പോഷക ഘടകങ്ങളും. അമ്പിയാക്കന്മാരും മുർസലീങ്ങളും ഇവിടെ നിർവഹിച്ചു വന്നിരുന്ന ദൗത്യമാണ് നാം ഏറ്റെടുത്തിട്ടുള്ളത്. നമ്മളെല്ലാവരും മനസ്സിലാക്കിയതുപോലെ പരിശുദ്ധ ദീനുൽ ഇസ്ലാമിന് മനുഷ്യാരംഭത്തോളം തന്നെ പഴക്കമുണ്ട്. മനുഷ്യൻ ഇവിടെ എന്ന് അധിവസിക്കാൻ തുടങ്ങിയോ അന്ന് മുതൽക്ക് തന്നെ ഇസ്ലാമും ആരംഭിച്ചിട്ടുണ്ട്. അബുൽ ബഷർ ആദം അലൈഹിസ്സലാത്തു വസ്സലാം മുതൽക്കാണല്ലോ ഇവിടെ മനുഷ്യന്റെ ആരംഭം കുറിക്കുന്നത്. അദ്ദേഹം തന്നെ ഒരു പ്രവാചകനായിരുന്നു. അന്ന് മുതൽക്ക് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇസ്ലാമും നൽകിയിട്ടുണ്ട്. നമ്മളെല്ലാവരും മനസ്സിലാക്കിയതുപോലെ ഇന്നദ്ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം, തീർച്ചയായും അല്ലാഹുവിങ്കിൽ സ്വീകാര്യയോഗ്യമായ മതം അത് ഇസ്ലാം ഒന്ന് മാത്രമാണ്.
അതുമാത്രമേ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുകയുള്ളൂ. വമൻ യബ്തഗി ഗൈറൽ ഇസ്ലാമി ദീനൻ ഫലൻ യുഖ്ബല മിൻഹു വഹുവ ഫിൽ ആഖിറതി മിനൽ ഖാസിരീൻ. ഇസ്ലാമല്ലാത്ത മറ്റൊരു മതം ആര് കാക്ഷിച്ചാലും അത് സ്വീകരിച്ചാലും അതാരിൽ നിന്നാണെങ്കിലും സ്വീകരിക്കപ്പെടുകയില്ല എന്ന് മാത്രമല്ല, അവർ ജീവിത വിജയം നേട്ടപ്പെട്ടവരുടെ കൂട്ടത്തിൽ പെട്ടുപോകുന്നതുമാണ്. കാലാകാലങ്ങളിൽ ഇസ്ലാമിനെ പ്രബോധനം ചെയ്യുന്നതിന് വേണ്ടിയാണ് വിവിധ കാലഘട്ടങ്ങളിലും ജനവിഭാഗങ്ങളിലുമായി ലക്ഷത്തിൽ പരം പ്രവാചകന്മാർ നിയോഗിക്കപ്പെട്ടത്. പ്രവാചകന്മാർ നിയോഗിക്കപ്പെടാത്ത ഒരു സമൂഹവും ഒരു സമുദായവും കഴിഞ്ഞു പോയിട്ടില്ല എന്ന് വിശുദ്ധ ഖുർആനിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. വലഖദ് ബഅസ്നാ ഫീ കുല്ലി ഉമ്മത്തിൻ റസൂലൻ അൻ യഅ്ബുദുല്ലാഹ വജ്തനിബുത് താഗൂത. കഴിഞ്ഞുപോയ എല്ലാ സമൂഹങ്ങളിലേക്കും സമുദായങ്ങളിലേക്കും നാം നമ്മുടെ ദൂതന്മാരെ അയച്ചിട്ടുണ്ട്. എന്തു പറഞ്ഞുകൊണ്ട്? അല്ലാഹുവിനെ മാത്രം ആരാധിക്കുക. ഈ പ്രപഞ്ചം സ്വയംഭൂവല്ല, താനുണ്ടായതല്ല, അങ്ങനെ ഉണ്ടാവുക സാധ്യവുമല്ല. ഈ പ്രപഞ്ചത്തെയും പ്രപഞ്ചം ഉൾക്കൊള്ളുന്ന എല്ലാറ്റിനെയും സൃഷ്ടിച്ച് സംവിധാനിച്ച് പരിപാലിച്ച് നിയന്ത്രിച്ചു പോരുന്ന സർവശക്തനും സർവജ്ഞനുമായ ഒരു നാഥനുണ്ട്. ആ നാഥനെ മാത്രം ആരാധിക്കുക എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ഈ എല്ലാ സമൂഹങ്ങളിലേക്കും സമുദായങ്ങളിലേക്കും അല്ലാഹു പ്രവാചകന്മാരെ നിയോഗിക്കുകയുണ്ടായിട്ടുണ്ട്. വഇമ്മിൻ ഉമ്മത്തിൻ ഇല്ലാ ഖലാ ഫീഹാ നദീർ. ഒരു താക്കീതുകാരൻ, ഒരു മുന്നറിയിപ്പുകാരൻ വരാത്ത ഒരു സമൂഹവും കഴിഞ്ഞു പോയിട്ടില്ല. അതാത് കാലഘട്ടത്തിൽ വന്ന പ്രവാചകന്മാരും ആ പ്രവാചകന്മാരെ അനുഗമിച്ച അവരുടെ അനുയായികളുമൊക്കെ ഇസ്ലാമിനെ മതമായി സ്വീകരിച്ചവരും, അതുകൊണ്ട് തന്നെ അവരൊക്കെ മുസ്ലിമീങ്ങളുമായിരുന്നു. അങ്ങനെയാണ് ഖാത്തിമുൻ നബിയീൻ, റഹ്മത്തുൽ ലിൽ ആലമീൻ, ലോകാനുഗ്രഹിയായ സയ്യിദുൽ മുർസലീൻ, പ്രവാചകന്മാരുടെ നേതാവായ അഷ്റഫുൽ ഖൽഖ്, സൃഷ്ടികളിൽ ശ്രേഷ്ഠനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഖാത്തിമുൻ നബിയീൻ, പ്രവാചകന്മാരിൽ അവസാനത്തെ ആളായി നിയോഗിക്കപ്പെട്ടത്. ആ പ്രവാചകന്മാരുടെ അനുയായികളാകുന്നു നമ്മൾ. 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പാണ് ഖാത്തിമുൻ നബിയീൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അല്ലാഹു നിയോഗിച്ചത്. അതിനുശേഷം ഒരു പ്രവാചകനും വന്നിട്ടില്ല, വരികയുമില്ല. ഒരു പുതിയ പ്രവാചകൻ വരേണ്ടുന്ന ആവശ്യവുമില്ല. എന്തുകൊണ്ടെന്നാൽ ലോകാവസാനം വരെ നിലനിൽക്കുന്നതും അതിന്റെ സംരക്ഷണം ഉത്തരവാദിത്വം ഏറ്റെടുത്തിരിക്കുന്നതുമായ അല്ലാഹു തന്നെ ഏറ്റെടുത്തിരിക്കുന്നതുമായ അവന്റെ വചനങ്ങളുടെ സമാഹാരമായ വിശുദ്ധ ഖുർആൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മുഖേനയാണ് നൽകപ്പെട്ടിട്ടുള്ളത്. ഖുർആൻ പറഞ്ഞതുപോലെ ഇന്നാ നഹ്നു നസ്സൽന ദിക്റ വ ഇന്നാ ലഹു ലഹാഫിളൂൻ. തീർച്ചയായും നാം ആണ് ഖുർആൻ അവതരിപ്പിച്ചത്, നാം തന്നെ അതിനെ കാത്തു സൂക്ഷിക്കുന്നതുമാണ്. ഖിയാമത്ത് നാൾ വരെ ഖുർആൻ നിലനിൽക്കും. അതിനെ നശിപ്പിക്കുവാനോ അലങ്കോലപ്പെടുത്താനോ ഭേദഗതി ചെയ്യാനോ ആർക്കും സാധ്യമല്ലാത്ത വിധം സർവശക്തനും സർവജ്ഞനുമായ അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നെ അതിന്റെ സംരക്ഷണം ഏറ്റെടുത്തിരിക്കുകയാണ്. അതുപോലെ തന്നെ അതിന്റെ വ്യാഖ്യാന വിശദീകരണങ്ങൾ ഉൾക്കൊള്ളുന്ന പ്രവാചക വചനങ്ങളും ഇവിടെ നിലനിൽക്കേണ്ടതുണ്ട്. എങ്കിലേ ഖുർആൻ നമുക്ക് വേണ്ട വിധം മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ പറയട്ടെ, വിശുദ്ധ ഖുർആനും പ്രവാചക വചനങ്ങളും ഇവിടെ നിലനിൽക്കുന്നിടത്തോളം കാലം ഒരു പുതിയ പ്രവാചകന്റെയോ ഒരു പുതിയ വേദഗ്രന്ഥത്തിന്റെയോ ഒന്നും ആവശ്യമില്ല. ഞാൻ പറഞ്ഞു വരുന്നത്, മനുഷ്യാരംഭം തൊട്ട് ആരംഭിച്ച ഈ പ്രവാചകന്മാരെ നിയോഗിക്കുക എന്നുള്ള ആ ദൗത്യം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് കൂടി അവസാനിച്ചിരിക്കുന്നുവെങ്കിലും പ്രവാചകന്മാർ ഇവിടെ ഏറ്റെടുത്ത് നടത്തിയിരുന്ന ആ ദൗത്യ നിർവഹണം ഈ ഉമ്മത്ത് മുസ്ലിമിയെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ചുമതലപ്പെടുത്തിയിരിക്കുന്നത്. അംറുൻ ബിൽ മഅറൂഫ് വ നഹിയ്യുൻ അനിൽ മുൻകർ. ജനങ്ങളെ സദാചാരം കൊണ്ട് കൽപ്പിക്കുകയും ദുരാചാരത്തിൽ നിന്ന് വിരോധിക്കുകയും ചെയ്യുക എന്ന
മഹത്തായ ഉത്തരവാദിത്വം ഇവിടെ നിർവഹിച്ചു വന്നിരുന്നത് അമ്പിയാക്കന്മാരും മുർസലീങ്ങളുമായിരുന്നു. പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുകൂടി പ്രവാചകത്വ പരമ്പര അവസാനിച്ചിരിക്കുന്നു. എന്നാൽ ഈ ദൗത്യ നിർവഹണം ഖിയാമത്ത് നാൾ വരെയും വീഴ്ച കൂടാതെ അഭംഗുരം നടത്തപ്പെടേണ്ടതായിട്ടുണ്ട്. ആ ദൗത്യം നമ്മളാണ് ഏറ്റെടുത്തിരിക്കുന്നത്. ഈ സമൂഹത്തെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ചുമതലപ്പെടുത്തിയിരിക്കുന്നത്. കുൻതും ഖൈറ ഉമ്മത്തിൻ ഉഖ്രിജത് ലിന്നാസ് തഅമുറൂന ബിൽ മഅറൂഫി വ തൻഹൗന അനിൽ മുൻകരി വ തുഅ്മിനൂന ബില്ലാഹ്. ജനങ്ങളുടെ നന്മക്ക് വേണ്ടി ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെട്ട ഖൈറു ഉമ്മത്തെ, ഉത്തമ സമുദായമത്രേ നിങ്ങൾ. എന്താ നിങ്ങളുടെ സവിശേഷത എന്ന് ചോദിച്ചാൽ, നിങ്ങൾ സദാചാരം കൊണ്ട് കൽപ്പിക്കുകയും ദുരാചാരത്തിൽ നിന്ന് വിരോധിക്കുകയും അല്ലാഹുവിനെ അചഞ്ചലമായി വിശ്വാസമർപ്പിക്കുകയും ചെയ്യുന്നു. ഈ ദൗത്യ നിർവഹണം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു വിഭാഗം എല്ലാ പ്രദേശങ്ങളിലും ഉണ്ടായിരിക്കണമെന്ന് കൂടി ഖുർആൻ വളരെ വ്യക്തമായി തന്നെ നിർദ്ദേശിക്കുന്നതായി കാണാം. വൽതകും ഉമ്മത്തുൻ വൽതകും മിൻകും ഉമ്മ യദ്ഊന ഇലൽ ഖൈരി വയഅ്മുറൂന ബിൽ മഅറൂഫി വയൻഹൗന അനിൽ മുൻകർ വഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ. നന്മയിലേക്ക് ജനങ്ങളെ ക്ഷണിക്കുകയും സദാചാരം കൊണ്ട് കൽപ്പിക്കുകയും ദുരാചാരത്തിൽ നിന്ന് വിരോധിക്കുകയും ചെയ്യുന്ന ഒരു വിഭാഗം നിങ്ങളിൽ നിന്നും ഉണ്ടായിരിക്കട്ടെ, അവരത്രേ യഥാർത്ഥ വിജയികൾ. എന്നാൽ ഇവിടെ ഒരുപാട് സംഘടനകൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. ഇസ്ലാമിന്റെ പേരിൽ, ഇസ്ലാമിനെ പ്രചരിപ്പിക്കുന്നു എന്നുള്ളതിന്റെ പേരിൽ ഒരുപാട് സംഘടനകൾ ഇവിടെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നുണ്ടെങ്കിലും ഇസ്ലാമിന്റെ അടിസ്ഥാന പ്രമാണങ്ങളായ വിശുദ്ധ ഖുർആനിന്റെയും പ്രവാചക വചനങ്ങളുടെയും അടിസ്ഥാനത്തിൽ സ്വഹാബത്തിന്റെ മൻഹജ് അനുസരിച്ചുകൊണ്ട് ഇസ്ലാമിക പ്രബോധനം നടത്തിക്കൊണ്ടിരിക്കുന്ന ഏക സംഘടന, ഏക വിഭാഗം, അത് കേരള നദുവത്തുൽ മുജാഹിദീനും അതിന് നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുന്ന കേരള ജംഇയ്യത്തുൽ ഉലമയും അതിന്റെ പോഷക ഘടകങ്ങളായ ISM-ഉം MSM-ഉം MGM-ഉം ഒക്കെയാണ് എന്ന അഭിമാനത്തോടുകൂടി നമുക്ക് പറയാൻ സാധിക്കും. സഹോദരന്മാരെ, നമ്മളൊക്കെ അതിന്റെ പ്രവർത്തകന്മാരാണ്. ആ പ്രവർത്തകന്മാർ എന്നുള്ള നിലക്ക് തന്നെയാണ് നമ്മൾ കേരളത്തിൽ ഉടനീളം ഇത്തരത്തിലുള്ള സമ്മേളനങ്ങൾ സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിന്റെ പേരിൽ നമുക്ക് ഭൗതികമായ ഒരു നേട്ടവും നേടിയെടുക്കാനില്ല. ഒരു സ്ഥാനമാണോ, ഒരു അധികാരമോ, അതിലൂടെ നമുക്ക് ഭൗതികമായി എന്തെങ്കിലും നേട്ടങ്ങളോ ഒന്നും തന്നെ നേടിയെടുക്കാനില്ല. പടച്ച തമ്പുരാൻ നമ്മളെ ചുമതലപ്പെടുത്തിയിരിക്കുന്ന ഈ ഉത്തരവാദിത്വം, ആ ഉത്തരവാദിത്വ നിർവഹണത്തിലൂടെ പടച്ച തമ്പുരാന്റെ പ്രീതിയും അവന്റെ പൊരുത്തവും കരസ്ഥമാക്കുക, അതുവഴി പരലോകമോക്ഷം കൈവരിക്കുക എന്ന ഒരേ ഒരു ലക്ഷ്യത്തോടു കൂടിയാണ് നമ്മളൊക്കെ ഈ രംഗത്ത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ അവസാനിപ്പിക്കുകയാണ്. എനിക്ക് പിന്നിൽ വളരെ പ്രഗത്ഭനായിട്ടുള്ള പണ്ഡിതൻ, അതുപോലെ തന്നെ ജാമിയ സലഫിയയുടെ പ്രിൻസിപ്പളുമായിട്ടുള്ള നമ്മുടെ സുഹൃത്ത് അബ്ദുൾ റസാഖ് ബാക്കവി അവർകൾ നമ്മളോട് ദീർഘമായി തന്നെ സംസാരിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ആമുഖമായി ഞാൻ ഇത്രയും സൂചിപ്പിച്ചു എന്ന് മാത്രം. ഈ ജില്ലയിലെ ഉത്തരവാദപ്പെട്ട ഒരു വ്യക്തി എന്നുള്ള നിലക്ക് എനിക്ക് നിങ്ങളോട് വിനീതമായി അഭ്യർത്ഥിക്കുവാനുള്ളത്, ദീനിന്റെ പ്രമാണങ്ങൾ ശരിയായ നിലക്ക് പഠിക്കുക, അത് സഹാബത്തിന്റെ മൻഹജ് അനുസരിച്ച് മനസ്സിലാക്കുക, എന്നിട്ട് അത് ജീവിതത്തിൽ പ്രതിഫലിപ്പിക്കുക. കുടുംബത്തിലും മറ്റ് നമ്മുടെ വ്യക്തിപരമായും കുടുംബപരവും സാമൂഹികവും എന്ന് വേണ്ട ജീവിതത്തിന്റെ നാനാ മേഖലകളിലും അത് പ്രാവർത്തികമാക്കാൻ നമ്മൾ ഓരോരുത്തരും പരമാവധി പരിശ്രമിക്കുക. പടച്ച തമ്പുരാൻ അറിയിച്ചതുപോലെ യാ അയ്യുഹല്ലദീന ആമനു ദുഖുലൂ ഫിസ്സിൽമി കാഫ വലാ തത്തബിഉ ഖുതുവാതിശ് ശൈത്വാൻ ഇന്നഹു ലക്കും അദുവ്വും മുബീൻ. സത്യവിശ്വാസികളെ, നിങ്ങൾ ഇസ്ലാമിൽ പൂർണ്ണമായും പ്രവേശിക്കുവീൻ. ഭാഗികമായി പ്രവേശിച്ചാൽ പോരാ. പിശാചിന്റെ കാലടിപ്പാടുകളെ നിങ്ങൾ അനുധാവനം ചെയ്യരുത്. തീർച്ചയായും അവൻ നിങ്ങളുടെ പ്രത്യക്ഷ ശത്രുവാണ്, ബദ്ധവൈരിയാണ്. കരുതി ഇരുന്നു കൊള്ളണം. അതെ, മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ മതം എന്നുള്ള നിലക്ക് നമ്മുടെ മുമ്പിൽ അവതരിപ്പിച്ച് നമുക്ക് മാതൃക കാണിച്ചു തന്നിട്ടുള്ള ചെറുതും വലുതുമായ, സുപ്രധാനവും അപ്രധാനവുമായ എന്തെല്ലാം കാര്യങ്ങളുണ്ട്, അതൊക്കെ ദീനായി അംഗീകരിക്കുകയും
പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മഹിത മാതൃക പിൻപറ്റിക്കൊണ്ട് ജീവിക്കുകയും ചെയ്യാൻ നമ്മൾ ഓരോരുത്തരും തയ്യാറാവുക. അതിന് അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകുമാറാകട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. പരമകാരുണികനും കരുണാനിധിയുമായ അല്ലാഹുവിന്റെ തിരുനാമത്തിൽ ഈ സമ്മേളനം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യപ്പെട്ടതായി പ്രഖ്യാപിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിച്ചു കൊള്ളട്ടെ. വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സഹോദരന്മാരെ, ഇവിടെ രണ്ട് മുഖ്യ പ്രഭാഷണങ്ങൾ നടക്കാനുണ്ട്. വളരെ ശ്രദ്ധാപൂർവം അവരുടെ പ്രസംഗങ്ങൾ ശ്രവിക്കണം, ശ്രദ്ധിക്കണം എന്ന് അഭ്യർത്ഥിക്കുകയാണ്. കൂടുതലൊരു കാര്യം ഓർമ്മപ്പെടുത്താനുള്ളത്, ചെറുമുക്കിൽ സംഘടിപ്പിച്ച ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്യാൻ ഏറ്റിരുന്നത് നമ്മുടെ ബഹുമാന്യനായ KNM-ന്റെ സംസ്ഥാന പ്രസിഡന്റ് TP അബ്ദുള്ള കോയ മദനി അവരുകളായിരുന്നു. അദ്ദേഹം ചെറിയ അസുഖം ബാധിച്ചത് കാരണം പരിപാടിയിൽ സംബന്ധിക്കാൻ പറ്റില്ല എന്ന് വിവരമറിയിക്കുകയുണ്ടായി. അതുകൊണ്ടാണ് അദ്ദേഹം ഇവിടെ എത്തിച്ചേരാതിരുന്നത്. വാൾപോസ്റ്റിലും നോട്ടീസിലൊക്കെ അദ്ദേഹത്തിന്റെ പേര് കൊടുത്ത് അദ്ദേഹത്തെ കാണാനില്ല എന്നുള്ളൊരു പരാമർശം ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ് ഞാനത് പറയുന്നത്. കാരണം എല്ലാ സ്ഥലങ്ങളിലും ഇത്തരം പരിപാടികളിൽ ഓടിയെത്താറുള്ള ഒരാളാണ് നമ്മുടെ സംസ്ഥാന പ്രസിഡന്റ്. പക്ഷേ നിർഭാഗ്യത്തിന് അള്ളാഹുവിന്റെ ഒരു പരീക്ഷണം എന്നേ എനിക്കതിനെ സംബന്ധിച്ച് പറയാനുള്ളൂ. അദ്ദേഹത്തിന്റെ അസുഖം പടച്ചതമ്പുരാൻ വേഗത്തിൽ സുഖമാക്കി കൊടുക്കുമാറാകട്ടെ എന്ന് ഇത്തരണത്തിൽ നമുക്ക് പ്രാർത്ഥിക്കാം. രണ്ട് മുഖ്യ പ്രഭാഷണം നടക്കുന്നതിന് മുമ്പായി KNM-ന്റെ മലപ്പുറം വെസ്റ്റ് ജില്ലാ സെക്രട്ടറി എൻ കുഞ്ഞിപ്പ മാഷ് നിങ്ങളോട് ആശംസകൾ അർപ്പിച്ചുകൊണ്ട് സംസാരിക്കും. അതിനായി അദ്ദേഹത്തെ ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. ബഹുമാന്യനായ അധ്യക്ഷ സുഹൃത്ത്, മലപ്പുറം വെസ്റ്റ് ജില്ലാ KNM സഹഭാരവാഹി മുഹമ്മദ് കുട്ടി മുൻഷി അവരുകളെ, യോഗം ഉദ്ഘാടനം ചെയ്ത ആദരണീയനായ അധ്യക്ഷൻ KNM മലപ്പുറം വെസ്റ്റ് ജില്ലാ പ്രസിഡന്റ് KC മുഹമ്മദ് മൗലവി അവരുകളെ, വേദിയിലെ ബഹുമാന്യരായ പണ്ഡിതന്മാർ അബ്ദുറസാഖ് ബാക്കവി, പ്രൊഫസർ മുനീർ മദനി, മറ്റു മഹൽ വ്യക്തിത്വങ്ങളെ, സഹോദരി സഹോദരന്മാരെ, ചെറുമുക്ക് ശാഖയിൽ ഈ ഒരു സായാഹ്നത്തിൽ ഇങ്ങനെ ഒരു സമ്മേളനം സംഘടിപ്പിച്ചതിന്റെ ആവശ്യകതയെക്കുറിച്ച് ഞാനും നിങ്ങളും എല്ലാം ബോധവാന്മാരാണല്ലോ. ഉദ്ഘാടന പ്രസംഗത്തിൽ ബഹുമാന്യനായ KC പ്രബോധനത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് വളരെ വിശദമായി പ്രസ്താവിച്ചു. ഇനി അത്തരം ഒരു വിഷയത്തിലേക്ക് പ്രവേശിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. മുൻഗാമികളായ നമ്മുടെ പണ്ഡിതന്മാരും നേതാക്കളുമൊക്കെ ഈ ഇസ്ലാഹി പ്രബോധന രംഗത്ത് അനുഷ്ഠിച്ചിട്ടുള്ള, അവർ സഹിച്ചിട്ടുള്ള ത്യാഗങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ നമ്മളൊന്ന് മനസ്സിലാക്കുകയാണെങ്കിൽ നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ സഹിച്ചുകൊണ്ടിരിക്കുന്ന ത്യാഗങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ വളരെ നിസ്സാരമാണ്.
ഇന്ന് പരിഷ്കൃത യുഗത്തിൽ ആധുനികമായ ഒരുപാട് സൗകര്യങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് നമ്മൾ ഇത്തരത്തിലുള്ള പ്രബോധന പ്രവർത്തനത്തിൽ നിരതരാകുന്നത്. പണ്ടുകാലത്ത് വാഹനങ്ങളില്ലാത്തൊരു കാലഘട്ടത്തിൽ നടന്നുപോയി ഉച്ചഭാഷണയില്ലാത്തൊരവസ്ഥയിൽ വായ കൊണ്ട് നേരിട്ട് സംസാരിച്ചു ജനങ്ങളെ ഈ തൗഹീദിലേക്കും സുന്നത്തിലേക്കും ക്ഷണിച്ച പാരമ്പര്യമാണ് നമുക്കുള്ളത്. ഒരു നൂറ്റാണ്ട് കാലത്തെ നമ്മുടെ പ്രവർത്തനങ്ങൾ പരിശോധിച്ച് നോക്കുമ്പോൾ അത്തരത്തിലുള്ള നേതാക്കന്മാരുടെയും പണ്ഡിതന്മാരുടെയും ഒക്കെ പ്രവർത്തനങ്ങൾ വളരെ പ്രശംസനീയാർഹമാണ്, വളരെ ത്യാഗനിർഭരമാണ്. എനിക്ക് ഓർമ്മ വരുന്നത് നമ്മുടെ അടുത്ത കാലത്ത് നമ്മളെ വിട്ടു പിരിഞ്ഞു പോയ മർഹൂം എ.പി. അബ്ദുൽ ഖാദർ മൗലവിയെ പോലെയും അതുപോലെ ഈ പ്രദേശവുമായി അഭേദ്യമായി ബന്ധപ്പെട്ട് നമ്മുടെ എല്ലാവരുടെയും മനസ്സിൽ തങ്ങി നിൽക്കുന്ന ഒരു മാന്യദേഹം ഉണ്ടായിരുന്നു മർഹൂം അഹമ്മദ് അലി മദനി. അതുപോലെ അബ്ദുറസാഖ് മദനി പോലെയുള്ള ആളുകളൊക്കെ സഹിച്ച ത്യാഗങ്ങൾ നമുക്കൊക്കെ അറിയാവുന്നതാണ്. അത്തരത്തിലുള്ള പണ്ഡിതന്മാരും മഹാരഥന്മാരും അള്ളാഹു അവൻ ഇഷ്ടപ്പെട്ട അവന്റെ ഇഷ്ടദാസന്മാരായി അംഗീകരിച്ചുകൊണ്ട് നാളെ പരലോകത്ത് സുഖസമ്പൂർണമായ സ്വർഗജീവിതം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. മറ്റൊന്ന്, ഇപ്പോഴും പ്രബോധന രീതിയിൽ വളരെയധികം പ്രയാസങ്ങൾ സഹിച്ചുകൊണ്ട് നമ്മോടൊപ്പം ഏതവസ്ഥയിലും പങ്കെടുക്കാവുന്ന പണ്ഡിതന്മാരും നേതാക്കന്മാരും ഒക്കെ ഈ രംഗത്ത് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. ഈ പ്രബോധന പ്രവർത്തനം അനുദിനം വളരെ ശ്രദ്ധേയമായി പ്രാധാന്യത്തോടെ നിർവഹിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭത്തിൽ അവർക്കെല്ലാം അള്ളാഹു ആയുസ്സും ആരോഗ്യവും പ്രദാനം ചെയ്യുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുക മാത്രമാണ് ഈ സന്ദർഭത്തിൽ എനിക്ക് ചെയ്യുവാനുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മളിൽ നിക്ഷിപ്തമായിട്ട് ഉത്തരവാദിത്വം നന്മയിലേക്ക് ക്ഷണിക്കുക, വികാരങ്ങളിൽ നിന്നും മറ്റും ജനങ്ങളെ പിന്തിരിപ്പിക്കുക എന്നുള്ളതാണ്. അങ്ങനെയുള്ള വിജയികളുടെ പക്ഷത്താണ് നമ്മളായി തീരേണ്ടതെന്ന് വിശുദ്ധ ഖുർആൻ നമ്മെ ഉണർത്തുമ്പോൾ അതിനു വേണ്ടിയുള്ള അശ്രാന്ത പരിശ്രമങ്ങളുമായി നമ്മൾ ബന്ധപ്പെടേണ്ടത് നമ്മൾ ഓരോരുത്തരുടെയും ബാധ്യതയാണ്. പ്രസംഗിക്കുന്നവന്റെയും കേൾക്കുന്നവന്റെയും അത് ഉൾക്കൊള്ളുന്നവന്റെയും അതിന്റെ സന്ദേശം എത്തുന്ന എല്ലാ ആളുകളുടെയും മനസ്സിലുണ്ടാവേണ്ടത് ഞാൻ ഈ ബാധ്യത നിർവഹിക്കണം എന്നുള്ളതാണ്. ആ ബാധ്യതാ നിർവഹണമാണ് നാം നിർവഹിച്ചു കൊണ്ടിരിക്കുന്നത്. ശിർക്കും കുഫറും വിദ്യാർത്ഥുമെല്ലാം പണ്ടത്തേക്കാൾ ഉപരിയായി ജനമനസ്സുകളെ സ്വാധീനിച്ചു കൊണ്ടിരിക്കുകയാണ് ശാസ്ത്രീയമായ രൂപേണ ഇന്റർനെറ്റിന്റെയും കമ്പ്യൂട്ടറിന്റെയും ഒക്കെ സഹായത്തോടുകൂടി. അതുകൊണ്ട് തന്നെ നാം കൂടുതൽ ബോധവാന്മാരായിരിക്കണം എന്നാണ് എനിക്ക് ഈ സന്ദർഭത്തിൽ. നമ്മുടെ ഉത്തരവാദിത്തം വളരെ ഭാരിച്ചതായിരിക്കുന്നു. ആ ഉത്തരവാദിത്തത്തോടുകൂടി പ്രവർത്തിക്കുവാൻ നാം സജ്ജരാകുക എന്നുള്ളതാണ് ഇത്തരത്തിലുള്ള പ്രബോധന പ്രവർത്തനങ്ങൾ കൊണ്ട് നാം ഉദ്ദേശിക്കുന്നത്. ഒരു കാര്യം കൂടി നിങ്ങളുടെ ശ്രദ്ധക്കായി ഞാൻ ഉണർത്തുകയാണ്. നമ്മുടെ ഒരുപാട് ക്യാമ്പയിനുകൾ, ഒരു ക്യാമ്പയിൻ കഴിഞ്ഞു, മറ്റൊരു ക്യാമ്പയിൻ, അങ്ങനെ നിരന്തരമായി പ്രബോധന രംഗത്ത് വിപ്ലവം സൃഷ്ടിക്കുന്ന, തൗഹീദിലേക്ക് ജനങ്ങളെ ക്ഷണിക്കുന്ന, സുന്നത്തിലേക്ക് ക്ഷണിക്കുന്ന ഒരുപാട് ക്യാമ്പയിനുകൾ വിവിധ പേരുകളിൽ നടന്നു കഴിഞ്ഞു. ഇനിയും ഇതാ ഒരു ക്യാമ്പയിൻ. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാനവരിൽ മഹോന്നതൻ എന്ന പ്രമേയവുമായിട്ട് ഈ 11-ാം തീയതി KNM-ന്റെ ഒരു സംസ്ഥാന ക്യാമ്പയിൻ ഇടവണ്ണ ജാമ്യയിൽ വെച്ച് മറ്റന്നാൾ ശനിയാഴ്ച വൈകുന്നേരം 5 മണിക്ക് ഉദ്ഘാടനം ചെയ്യപ്പെടുകയാണ്. ഒരുപാട് മഹൽ വ്യക്തികളും പണ്ഡിതന്മാരും പങ്കെടുക്കുന്ന വളരെ പഠനാർഹമായ ഒരു ഉദ്ഘാടന സമ്മേളനമാണ് അവിടെ നടക്കുന്നത്.